അസ്സലാമു അലൈക്കും. അറബിക് ഗ്രാമറിൻ്റെ 6-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഫാഇലിനെ സംബന്ധിച്ചാണ്. അൽ ഫാഇലു, കർത്താവ്, പ്രവൃത്തി ചെയ്യുന്നവൻ. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. 6 ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. ഒന്നാമത്തേത് തോറൽ ഉസ്ഫൂറു, കുരുവി പറന്നു, കിളി പറന്നു. തോറ പറന്നു, അൽ ഉസ്ഫൂറു കിളി. രണ്ടാമത്തേത് ജറൽ ഹിസോനു, കുതിര ഓടി. ജറ ഓടി, ഹിസോൻ കുതിര. മൂന്നാമത്തേത് ലഇബൽ വലതു, ആൺകുട്ടി കളിച്ചു, ബാലൻ കളിച്ചു. നാലാമത്തേത് യഊമു സമക്കു, മത്സ്യം നീന്തുന്നു, മത്സ്യം നീന്തുന്നു. 5 യൽസഉൽ ബഊലു, കൊതുക് കടിക്കുന്നു. ബൗല് കൊതുക്, യൽസൗ കടിക്കുന്നു. 6 തഅക്കുലുൽ ബിന്തു, പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു, പെൺകുട്ടി തിന്നുന്നു. ഈ 6 ഉദാഹരണങ്ങളും ഓരോ ക്രിയയും ഓരോ നാമവും ചേർന്ന് രൂപം കൊണ്ട വാചകങ്ങളാണ്. തോറൽ ഉസ്ഫൂറു, തോറ ഒരു ക്രിയയാണ്, ഉസ്ഫൂർ ഒരു നാമമാണ്. ജറൽ ഹിസോനു, ജറ ഒരു ക്രിയയും ഹിസോൻ ഒരു ഇസ്മുമാണ്. ലഇബൽ വലതു, ലഇബ എന്നുള്ളത് ഒരു ഫിഅല് ക്രിയയാണ്. അൽ വലതു ഒരു ഇസ്മുമാണ്, ഒരു നാമമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഉദാഹരണങ്ങളും യഊമു, യൽസഉ, തഅക്കുലു ഇവ ക്രിയകളാണ്. അസ്സമക്കു, അൽ ബഊദു, അൽ ബിന്തു ഈ 3 ഇസ്മുകളാണ്, നാമങ്ങളാണ്. ഈ 6 വാചകങ്ങളും ഒരു ക്രിയയും ഒരു നാമവും കൂടി ചേർന്നിട്ട് ഉണ്ടായതാണ്. ആ ക്രിയ ചെയ്ത ആളാണ് ശേഷം നാം കണ്ട ആ ഇസ്മ്, ആ നാമം. തോറ എന്നുള്ള ക്രിയ പ്രവർത്തിച്ച നാമമാണ് അൽ ഉസ്ഫൂറു എന്നുള്ള പദം. തോറൽ ഉസ്ഫൂറു, കിളി പറന്നു. ആരാണ് പറന്നത്? കിളിയാണ് പറന്നത്. പ്രവൃത്തി ചെയ്ത ആളിനാണ് കർത്താവ് എന്ന് പറയുന്നത്. അൽ ഉസ്ഫൂറു എന്നുള്ളതാണ് ഒന്നാമത്തെ വാചകത്തിലെ കർത്താവ്. ജറൽ ഹിസോനു, കുതിര ഓടി. ഹിസോനുൻ എന്നുള്ള ഇസ്മാണ് അതിലെ കർത്താവ്. കർത്താവ് എപ്പോഴും ക്രിയയ്ക്ക് ശേഷമായിരിക്കും വരിക. അതുപോലെ തന്നെ അൽ ഉസ്ഫൂറു, അൽ ഹിസോനു, അൽ വലുദു, അസ്സമക്കു, അൽ ബഊദു, അൽ ബിന്തു ഇവയെല്ലാം ഈ വാചകങ്ങളിലെ കർത്താവാണ്. ഇവയുടെ അവസാനത്തെ അക്ഷരത്തിന് റഫ്ഉം ചെയ്യപ്പെട്ടിരിക്കുന്നു, അഥവാ വമ്മ്. അവസാനത്തെ അക്ഷരത്തിന് മർഫു ആണ്, റഫ് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഫാഇല് എന്നാൽ ഒരു ക്രിയക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന വിധം റഫ്ഓടുകൂടി സ്ഥിതി ചെയ്യുന്നതുമായ നാമമാണ് ഫാഇല്. ക്രിയക്ക് പിറകെ വരുന്ന മർഫു ആയ നാമമാണ് ഫാഇല്. അൽ ഫാഇലു ഇസ്മുൻ മർഫൂഉൻ. ഫാഇൽ എന്നാൽ റഫു നൽകപ്പെട്ട നാമമാണ്. തഖദ്ദമഹു ഫിഅലുൻ, ക്രിയക്ക് പിറകെ വരുന്നതായ. വദല്ല അലല്ലദി ഫഅലൽ ഫിഅലി, ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന, അഥവാ ഒരു ക്രിയക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്നതുമായ റഫ് ചെയ്യപ്പെട്ട നാമമാണ് ഫാഇല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാഇലിന് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് റഫ് ആയിരിക്കും ഇഅ്റാബ്. അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ വാചകത്തിന്റെ ഓർഡർ ആദ്യം ക്രിയ, പിന്നീട് പ്രവൃത്തി ചെയ്തയാൾ, പിന്നീട് ആ പ്രവൃത്തി എന്തിന്മേലാണോ സംഭവിച്ചത് അതുമാണ്. ഫിഅല്, ഫാഇല്, മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹിയെ പറ്റി വരുന്ന പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. ഫാഇലിന്റെ ഇഅ്റാബ് ഉദാഹരണ സഹിതം നമുക്ക് പരിചയപ്പെടാം. 1 ഹളറൽ ഗായിബു, ഹാജറില്ലാത്തവൻ ഹാജറായി. ഹളറ ഹാജറായി, അൽ ഗായിബു ഹാജറില്ലാത്തവൻ. ഹളറ ഫിഉലുൽ മാളി, അത് മാളിയായ ഫിഉലാണ്. അൽ ഗായിബു ഫാഇലുൻ മർഫൂഉൻ, അൽ ഗായിബു ഫാഇലുൻ മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ട ഫാഇലാണ്.
രണ്ടാമത്തെ ഉദാഹരണം യത്തീറു ദുബാബു. യത്തീറു ദുബാബു. യത്തീറു ഫിഉലുൻ മുളാരിഉൻ. ഫിഉലുൻ മുളാരിഉൻ. അദ്ദുബാബു ഫാഇലുൻ മർഫൂഉൻ. ഫാഇലുൻ മർഫൂഉൻ. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് ഫാഇലിനെ സംബന്ധിച്ചാണ്. ഫാഇൽ എന്നാൽ ഒരു ക്രിയക്ക് പിറകെ വരുന്നതും ആ ക്രിയ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന വിധം റഫ് നൽകപ്പെട്ടതുമായ നാമമാണ് ഫാഇൽ. Thanks for watching my videos. See me with the next video. Ma'as salama. Akhukum Shahid Muhsin.